ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മിഷൻ LECയിൽ ഇന്ന് തന്നിരുന്നത് ഇംഗ്ലീഷ് ആയിരുന്നു. അവിടെ നിങ്ങൾക്ക് ആൾറെഡി നിങ്ങൾ ഡെയിലി ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തതിൽ ഇംഗ്ലീഷും അവിടെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു റിവിഷൻ ആയിരുന്നു. രണ്ടാമത് നിങ്ങൾക്ക് അതേ ഉത്തരങ്ങൾ വീണ്ടും കിട്ടുന്നുണ്ടോ, അതേ പാറ്റേണിലുള്ള കുറേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും കണ്ടെത്താൻ പറ്റി. അപ്പോൾ ഇങ്ങനെ അത് മുഴുവൻ ഇന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ പെൻഡിങ് ഇടുന്ന ആളുകളുണ്ടാവും. പെൻഡിങ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ എന്നും പെൻഡിങ് തന്നെ ആയിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എക്സാം നടത്തിയിട്ട് കുറേ പേരിട്ടിട്ടുള്ളത് റിവിഷൻ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല. അതിനുള്ള മറുപടി ഞാൻ ലാസ്റ്റ് പറയാം. ഈ എക്സാം കഴിഞ്ഞിട്ട് ഞാനതിന് ആ ഒരു വിശകലനം ഞാൻ അവസാനം പറയാം. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷിൽ 25 ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. റാനോ വെൻറ്റ് ടു ദ ഷോപ്പ് ടു ബൈ എ ന്യൂ ഡ്രസ് ഫോർ ഹെർ ആസ് ഷീ ഹാസ് ഡാഷ് ഹെർ ഓൾഡ് വൺസ്. ഓപ്ഷൻ ഗ്രോൺ ബാക്ക് ഓഫ്, ഗ്രോൺ എ പാർട്ട് ഓഫ്, grown up of, grown out of. രണ്ട്, when we reached the stadium the players dash the playground, left, lived, are leaving, had left. മൂന്ന്, she never visited her grandparents dash, didn't she, did she, is she, won't she. നാല്, synonym of the word valor is courage, value, wisdom, valley. അഞ്ച്, scarcely had I reached the station dash the train left, soon, than, before, when. 6, we can just dash the outline of those distant mountains, make up, make out, make for, make up for. 7, correctly spelt word is superintendence, superint, none of these. 8, one who always think himself to be ill, somnambulist, pluviophile, misopogonist, valetudinarian. 9, yesterday dash European called at my office, no article, a and the. 10, change into reported speech. Anu said to him, when will you marry me? Anu asked him when would he marry her. Anu asked him when he would marry her. Anu asked him when would he married her. Anu asked him when he would married her. 11, neither his brother nor his sister dash wise, is, are, were, has. 12, if you helped me I will help you, I should have helped you, I would help you, I could help you. 13, pick out the opposite of pale, folly, saucy, shady, ready, rudy. 14, the girls as well as the teacher visited the orphanage, has, have, was, is. 15, you had better dash to the bus stop, walking, walks, to walks, walk. 16, what is the term used to describe a group of fish, school, covey, mob, battalion. 17, Shreya is the dash student in her class, clever, cleverer, cleverest, more clever. 18, find out the adverb. Ramu is so weak but he runs fast, weak, runs, Ramu, fast. 19, antonym of diminish is increase, improve, introduce, decrease. 20, he set out dash 6 o'clock, at, in, on, from. 21, he dash tea every morning, drinks, drink, is drinking, drank. 22, a government controlled by the rich, oligarchy, aristocracy, plutocracy, democracy. 23, the marriage party dash at dawn, put off, set on, set up. 24, my brother works in a large office dash I work on my own at home. Moreover, firstly, whereas, actually. 25, Alice prefers coffee dash tea than buy two off. അപ്പോൾ ഇത്രയാണ് 25 ചോദ്യങ്ങൾ. ഉത്തരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് മാർക്ക് കണക്കാക്കുക. നമുക്ക് ഉത്തരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1, ഓപ്ഷൻ ഡി. 2,
ഓപ്ഷൻ ഡി ഹാഡ് ലെഫ്റ്റ്. ഒന്നാമത്തേത് ഓപ്ഷൻ ഡി ഗ്രോൺ ഔട്ട് ഓഫ്. രണ്ടാമത്തേത് ഓപ്ഷൻ ഡി ഹാഡ് ലെഫ്റ്റ്. മൂന്നാമത്തേത് ഓപ്ഷൻ ബി ഡിഡ് ഷീ. നാലാമത്തേത് ഓപ്ഷൻ എ കറേജ്. 5 ഓപ്ഷൻ ഡി വെൻ. 6 ഓപ്ഷൻ ബി മേക്ക് ഫോർ, മേക്ക് ഔട്ട്. ഓപ്ഷൻ ബി മേക്ക് ഔട്ടാണ് ആറാമത്തേത്. 7 ഓപ്ഷൻ സി സൂപ്പറിൻറ്റൻഡൻറ്റ്. സൂപ്പറിൻ്റ് എന്നാണ് നമ്മൾ വായിക്കുന്നതെങ്കിലും അതിൻ്റെ സ്പെല്ലിങ് ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 8 ഓപ്ഷൻ ഡി വാൽച്യൂഡിനേറിയൻ. 9 ഓപ്ഷൻ ബി എ. 10 ഓപ്ഷൻ ബി അനു ആസ്ക്ഡ് ഹിം വെൻ ഹി വുഡ് മാരി ഹെർ. 11 ഓപ്ഷൻ എ ഈസ്. 12 ഓപ്ഷൻ സി ഐ വുഡ് ഹെൽപ്പ് യു. 13 ഓപ്ഷൻ ഡി റൂഡി. 14 ഓപ്ഷൻ ബി ഹാവ്. 15 ഓപ്ഷൻ ഡി വോക്ക്. 16 ഓപ്ഷൻ എ സ്കൂൾ. 17 ഓപ്ഷൻ സി ക്ലവറസ്റ്റ്. 18 ഓപ്ഷൻ ഡി ഫാസ്റ്റ്. 19 ഓപ്ഷൻ എ ഇൻക്രീസ്. 20 ഓപ്ഷൻ എ അറ്റ്. 21 ഓപ്ഷൻ എ ഡ്രിങ്ക്സ്. 22 ഓപ്ഷൻ സി പ്ലൂട്ടോക്രസി. 23 ഓപ്ഷൻ ബി സെറ്റ് ഓഫ്. 24 ഓപ്ഷൻ സി വേറാസ്. 25 ഓപ്ഷൻ സി ടു. അപ്പോൾ ഇത്രയാണ് 25 ചോദ്യങ്ങൾ. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവർ ഇനിയുള്ള ഓരോ ദിവസങ്ങളിൽ ഏതാണോ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ആ ഇംഗ്ലീഷ് എന്ത് ചെയ്തോണം, കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തോണം. അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ കൂടെ എത്തില്ല. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് എക്സാമിൻ്റെ വിശകലനത്തിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഭൂരിഭാഗം പേരും എന്ത് ചെയ്തിട്ടില്ല, ആ 3 ദിവസം സമയം കൊടുത്തിട്ട് കറക്റ്റായിട്ട് റിവിഷന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. ഇതുവരെയുള്ള എല്ലാ ടോപ്പിക്കും എന്ത് ചെയ്തിട്ടില്ല, റിവിഷൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മാർക്ക് എന്ത് ചെയ്തത് ആ കാണുന്നതും. അതായത് 100ൽ 100 അടിക്കാൻ വേണ്ടിയിട്ട് എക്സാമിന് ഒരുങ്ങാൻ പറഞ്ഞിട്ട് 100ൽ 100 എന്ന് പറയുന്നത് അപൂർവം ചിലർ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, 100ൽ 100 അടിച്ചിട്ടുള്ളൂ. ഈ പരുവത്തിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവിഷന് സമയം കണ്ടെത്താൻ നിങ്ങൾക്ക് സ്വയം സമയം ഇല്ലെങ്കിൽ ഇതിനനുസരിച്ചിട്ട് തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ റിസൾട്ട് ഉണ്ടാവുന്നത്. കാരണം ഇത്രയും ദിവസം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മാത്രം, വേറെ ഒന്നും ഉൾപ്പെടുത്താതെ അത് മാത്രം, അതായത് സ്പൂൺ ഫീഡിങ് എന്നുള്ള ആ ഒരു ലെവലിൽ മാത്രം പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് അതേ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അതേ കാര്യങ്ങൾ മാത്രം ചോദിച്ചിട്ട്, PSC ചോദിക്കും പോലെ പഠിപ്പിക്കാത്ത എത്രയോ കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അതുപോലെ ഒന്നും ചോദ്യം ഇടാതെ പഠിപ്പിച്ചത് മാത്രം ഇട്ടിട്ട് പരീക്ഷ നടത്തിയിട്ട് നിങ്ങൾക്ക് 100ൽ 100 അല്ലെങ്കിൽ 90ന് മേലെ തന്നെ ആളുകൾ കുറവാണെന്ന് പറയാം. അപ്പം നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സമയം കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചോളുക, ഇത്രയും ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്ന ഈ ഒരു സീസണിൽ നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതിയോ, ഇങ്ങനെ റിവിഷൻ ചെയ്താൽ മതിയോ എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുക. കാരണം 90ന് മേലെ മാർക്ക് നേടുക എന്നുള്ളത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കമ്പൽസറിയാണ്. കാരണം നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, നിങ്ങൾ നേരാവണ്ണം ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി അതേ സാധനം വീണ്ടും നോക്കിയിട്ടില്ല. ഇംഗ്ലീഷ് ആണെങ്കിലും വീണ്ടും അതേ കാര്യം വീണ്ടും നോക്കിയിട്ടില്ല. നിങ്ങളാകെ നോക്കിയത് ഏത് മാത്രം, ഈ പറയുന്ന GK പാർട്ടും മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നോക്കിയിട്ടുള്ളത്. അവിടെ വെറും GK കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യില്ല, LDCക്ക് രക്ഷപ്പെടില്ല. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിക്കും ഇംഗ്ലീഷിനും മലയാളത്തിനും കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് തന്നെ നമ്മൾ ഏതിനും കൊടുക്കേണ്ടതുള്ളൂ, GKക്കും കൊടുക്കേണ്ടതുള്ളൂ. കാരണം 100 മാർക്ക് എന്ന് പറയുന്നത് എല്ലാ ഭാഗവും വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ഡേയിലെ ടോപ്പിക്ക്, അതായത് 1ാമത്തെ ഡേയിലെ ടോപ്പിക്ക് മുതൽ ഈ പറയുന്ന 53ാമത്തെ ഡേ വരെയുള്ള ടോപ്പിക്ക് ഓരോ ദിവസവും റിവിഷൻ അടിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നാളെ ടോപ്പിക്ക് തരുന്നതിൻ്റെ കൂടെ ഏതും കൂടെ തരും, 1ാമത്തെ ഡേ ടോപ്പിക്ക് കൂടെ തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത് റിവിഷൻ അടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഒന്നുകൂടെ എളുപ്പമാവും. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, 90ന് താഴെ മാർക്ക് കുറഞ്ഞോല് നന്നായിട്ട് എന്ത് ചെയ്തോണം, റിവിഷൻ അടിക്കാനുള്ള സമയം കണ്ടെത്തിക്കോണം. അല്ലാതെ ലാസ്റ്റ് ഞാനും അത് തന്നെയല്ലേ ഫോളോ ചെയ്തിരുന്നത്, എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള ലെവലിൽ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഓരോരുത്തരും സമീപിക്കുന്ന സമീപനം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഓരോരുത്തരും റിവിഷൻ അടിക്കുന്നതിൻ്റെ എണ്ണം വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെയും കപ്പാസിറ്റി വ്യത്യസ്തമാണ്. അവനവൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്തോണം, അവനവൻ റിവിഷൻ നടത്തിക്കോണം, അവനവൻ ഉയർത്തി കൊണ്ടുവരന്നെ വേണം. അപ്പോൾ
ഇനി നാളത്തേക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് തൊട്ടടുത്ത, അതായത് ഇപ്പോൾ നിങ്ങൾ 2, 3, 4 ലെസൺ ആയിരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാപ്സൂൾസിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവുക. നെക്സ്റ്റ് 5, 6, 7, 8 4 ലെസൺ നാളത്തേക്ക് നോക്കാൻ. കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാപ്സൂൾസ് എന്നുള്ള കോഴ്സിൽ 2, 3, 4 നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. 5, 6, 7, 8 4 ലെസൺസ് നാളത്തേക്ക് നിങ്ങൾക്ക് നോക്കാൻ. ഒപ്പം സോഷ്യൽ സയൻസിലെ ഇനി ബാലൻസ് ഉള്ള അടുത്ത ചാപ്റ്റർ അത് ഞാൻ ഇട്ട് തരും. സോഷ്യൽ സയൻസിലെ അടുത്ത ചാപ്റ്റർ നോക്കാനുള്ളത് ഒരു മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി പാറ്റേൺ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, പിന്നെ ഒന്നാമത്തെ ഡേയിലെ റിവിഷൻ. പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുമല്ലോ. കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാപ്സൂൾസ് എന്ന കോഴ്സിൽ 5, 6, 7, 8 ലെസണുകൾ, സോഷ്യൽ സയൻസിലെ ഒരു ചാപ്റ്റർ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിലെ ഒരു പാറ്റേൺ, ഒന്നാമത്തെ ഡേയിലെ റിവിഷൻ. ഇത്രയും നാളത്തെ എക്സാമിനുണ്ടാവും. അപ്പോൾ ആദ്യമേ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, 80ൻ്റെ മുകളിലേക്ക് ആ ഒരു പരീക്ഷയിൽ 100 മാർക്കിൽ വലിയ കുഴപ്പമില്ല. 90ന് മുകളിൽ എന്തായാലും അടിക്കേണ്ട ക്വസ്റ്റ്യൻ പേപ്പറാണത്. അപ്പോൾ 90ന് താഴേക്ക് പോകുന്നവരെന്ത് ചെയ്തോണം, റിവിഷന് നന്നായിട്ട് സമയം കണ്ടെത്തിക്കോണം. പലരും അതിലെന്ത് ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്, റിവിഷന് സമയം കിട്ടിയില്ല, മുഴുവൻ റിവിഷൻ ചെയ്യാൻ പറ്റിയില്ല, ശരിയായിട്ട് റിവിഷൻ ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ റിവിഷന് 3 ദിവസം സമയം കിട്ടിയപ്പോൾ നിങ്ങളുടെ മെൻറ്റാലിറ്റി എന്തായിരുന്നു, ഞാൻ പഠിച്ച കാര്യങ്ങളല്ലേ, എനിക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളൊക്കെ ഏകദേശം എന്ത് ചെയ്യുന്നുണ്ടാവും, ഓർമ്മയുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് എക്സാമിന് വന്നത്. എക്സാം എഴുതി കഴിഞ്ഞപ്പോഴാണ് പൂർണ്ണ ബോധ്യമായത് റിവിഷൻ നടത്താതെ മാർക്ക് ഉയരില്ല എന്നുള്ളത്. പൂർണ്ണ ബോധ്യം വന്നപ്പോഴാണ് എന്തെഴുതിയത്, ശരിയായ രീതിയിൽ റിവിഷൻ നടത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും ചെറുപ്പം മുതലേ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്, ഏത് കാര്യത്തെയും നമുക്ക് ന്യായീകരിക്കാൻ നന്നായിട്ടറിയാം. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ന്യായീകരണം കണ്ടെത്തി കഴിഞ്ഞാലും അത് സ്വന്തം ഫ്യൂച്ചറാണ്, സ്വന്തം ജോലിയാണ് എന്നുള്ള ബോധം ഉണ്ടാവുക. അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിൽ എങ്ങനെയൊക്കെ നിങ്ങൾ വീണാലും അതിനുള്ളൊരു ന്യായീകരണം നമ്മുടെ സ്വന്തം കയ്യിലുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് വെറുതെ എന്ത് ചെയ്യരുത്, സമയം കളഞ്ഞിട്ട് കാര്യമില്ല, വേസ്റ്റാക്കിയിട്ട് കാര്യമില്ല. 3 ദിവസം റിവിഷൻ അടിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ ആ 3 ദിവസം നിങ്ങൾക്ക് 30 തവണ വായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ 30 തവണ വായിച്ചോ. ഒരു തവണ വായിച്ചത് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്കത് വേസ്റ്റ് ആവില്ല, റിപ്പീറ്റേഷൻ ആവില്ല. നിങ്ങൾക്കത് റിവിഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉപകാരപ്പെടുകയേ ചെയ്യുള്ളൂ. അപ്പോൾ അത് പ്രത്യേകിച്ചൊന്ന് മനസ്സിലാക്കുക. നാളെ നമുക്ക് ഇത്രയും ചെയ്തിട്ട് വീണ്ടും കാണുമ്പോഴേക്കും താങ്ക് യു.